So, good evening, all the 50 plus members who joined this particular session. എല്ലാവർക്കും ക്രിസ്റ്റലിന്റെ ഒരു പർട്ടിക്കുലർ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷനിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കഷന് വിധേയമാക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവുക ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ദാറ്റ് വുഡ് ബി ബേസ്ഡ് ഓൺ ദിസ് OMR എക്സാമിനേഷൻ. OMR എക്സാമിനേഷനിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അതിന്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് വിൽ ബി ഹാവിംഗ് മോട്ടിവേറ്റിന്റെ മൂന്നാമത്തെ സെഷൻ എന്ന രീതിയിൽ നമ്മൾ പേപ്പർ 1 നിങ്ങൾ അടുത്ത ഒരു 10 ഡേയ്സിനകത്ത് ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ള ചില ഡിസ്കഷൻസും നമ്മൾ വെക്കും. അങ്ങനെ രണ്ട് പാർട്ടുകളായിട്ടാണ് ഇന്നത്തെ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ OMR എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് ബ്രീഫ് ആയിട്ടുള്ള ചില കഥകൾ പറയാം. 2018 മുന്നേക്കെ നെറ്റ് എക്സാമിനേഷൻ ഈ OMR ഓഫ്ലൈൻ മെത്തേഡ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ വീണ്ടും ഒരു OMR എക്സാമിനേഷനോട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആക്ച്വലി NTA നേരിടുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഡിസ്കഷൻ നടത്താം. ഫസ്റ്റ് ഓഫ് ഓൾ OMR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ ആണ്. അതായത് നിങ്ങൾ അവിടെ കുത്തിരുന്ന് നിങ്ങൾക്ക് അറിയാം ബേസിക്കലി ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത് എന്താ, നമ്മൾ ബബിൾ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി റെഡ്. ഒരു ഓൺലൈൻ റീഡർ വെച്ചിട്ട് OMR റീഡർ എന്ന് പറയുന്ന ഒരു റീഡർ വെച്ചിട്ട് നമ്മളത് വായിക്കണം. അതാണ് ഒപ്റ്റിക്കൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്ക് അതിന്റെ റിസൾട്ട് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. അതാണ് OMR എക്സാമിനേഷന്റെ ബേസിക് പ്രത്യേകത. അപ്പൊ ഇത് ഇങ്ങനെ എക്സാമിനേഷൻ വരുന്ന സമയത്തുള്ള കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്, അറ്റ് ദി സെയിം ടൈം കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. ഓൾറെഡി നമ്മൾ ഇങ്ങനെ OMR ആണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നമ്മുടെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിന്റെ താഴെ ഒരുപാട് കമന്റുകൾ നിങ്ങളിൽ പലരും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് എക്സാമിനേഷന്റെ ഡേറ്റ് ജൂൺ 16 ആണെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തായാലും മാറ്റി വെക്കും ബിക്കോസ് ഓഫ് UPSC എക്സാമിനേഷൻ എന്നുള്ളത്. അത് മാറ്റി വെക്കുകയും ചെയ്ത് ജൂൺ 18 ആക്കിയിട്ടുണ്ട്. ഇനി മാറ്റി വെക്കോ ഇല്ല എന്നുള്ളത് നമ്മളുടെ ഒരു എന്താക്കണ്ട, ഒരു കൺസേൺ ആക്കി എടുക്കണ്ട. നമ്മുടെ കൺസേൺ അടുത്ത ഒരു മാസം, എക്സാക്ട്ലി സെയിം ഒരു മാസം, ആ ഒരു മാസത്തെ നമ്മൾ പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം മാത്രം നോക്കുക. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. പക്ഷെ ഞാൻ ഇതിനെ കുറച്ച് സാധ്യതകളും കാര്യങ്ങളും പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, OMR ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഒരൊറ്റ ദിവസം എല്ലാ എക്സാംസും നടക്കുന്നു എന്നുള്ള. നിങ്ങൾ മുമ്പത്തെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് തന്നെ ഉണ്ടാവും ഒരു 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സാമിനേഷന്റെ സൈക്കിൾ എന്നുള്ളത്. അതിൽ തന്നെ ഷിഫ്റ്റ് 1 ഷിഫ്റ്റ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ പലപ്പോഴും പല രീതിയിലായിട്ടാണ് വരാറുള്ളത്. അപ്പൊ ഇവിടെ 1 ഡേ ഓൾ എക്സാമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് എന്തുണ്ട്, കൂടുതൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ ദേ കൻ സിംപ്ലി ഹാവ് സം കൈൻഡ് ഓഫ് ഓഫ്ലൈൻ സ്കൂളുകളോ കോളേജുകളോ സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ കൺവീനിയൻസ്, ഒരുപാട് പേര് യൂട്യൂബിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ സർ ഓഫ്ലൈൻ ആയിട്ട് 3 മണിക്കൂർ ഇരിക്കാലോ എന്നുള്ള. ഓൺലൈൻ ആയിട്ട് 3 മണിക്കൂർ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുമ്പോൾ കുറെ കുട്ടികൾക്ക് മൈഗ്രെയിൻ പോലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് 3 മണിക്കൂർ ഇരുന്ന് ബബിൾ ചെയ്താൽ മതിയല്ലോ എന്നുള്ളത്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ടു റീഡ് ആൻഡ് അറ്റംപ്റ്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് NTA ഓൺലൈൻ എക്സാമിനേഷൻ ആയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ലിമിറ്റേഷൻ, പ്രത്യേകിച്ച് കോംപ്രഹെൻഷൻ പോലുള്ള പാരഗ്രാഫും കാര്യങ്ങളെല്ലാം വായിക്കുന്ന സമയത്ത് അതിലെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാരഗ്രാഫ് ഉണ്ടാവും, പിന്നീട് ഹിന്ദി പാരഗ്രാഫ് ഉണ്ടാവും, പിന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. പിൽക്കാലഘട്ടത്തിൽ ഹിന്ദി ഒഴിവാക്കി തന്നു, നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അനുസരിച്ച്. പാരഗ്രാഫ് ആയി, ക്വസ്റ്റ്യൻ ആയി. അപ്പൊ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ക്രീൻ അറ്റ്ലീസ്റ്റ് സ്ക്രോൾ ഡൗണോ അപ്പോ ഡൗണോ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ സൈഡിലോട്ടോ ചെയ്യണമായിരുന്നു. പക്ഷെ ഒരു ഓഫ്ലൈൻ ആവുന്ന സമയത്ത് അങ്ങനത്തെ കൺസേൺസ് ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറച്ച് ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിലും ഇതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് മക്കളെ. ആ ലിമിറ്റേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ OMR നമ്മുടെ ഓഫ്ലൈൻ എക്സാമിനേഷൻ അത്ര നല്ലതല്ല. ഫോർ എക്സാമ്പിൾ, ഒന്ന് എക്സാം ബന്ധപ്പെട്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 80+ സബ്ജക്റ്റുകൾ ഉണ്ട് അല്ലെ, 80+ സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ഈ 80+ സബ്ജക്റ്റുകളെല്ലാം ഒരൊറ്റ ദിവസം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രമാത്രം ടൈമിന്റെ ഒരു കൺസേൺ ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. കാരണം അങ്ങനത്തെ ഒരു എക്സാം മുമ്പ് ഇവർ നടത്തിയിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ശരിയാണ്. പക്ഷെ അന്നത്തെ പോലെ ആവില്ല ഇപ്പൊ കുറച്ചുകൂടെ കോമ്പറ്റീഷനും ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പൊ എക്സാം നടത്തിപ്പിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റിസൾട്ട് ഡിലേ ആകും എന്നുള്ള. സാധാരണ നമ്മളുടെ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ആകുമ്പോൾ നെറ്റ് എക്സാമിനേഷൻ പ്ലസ് ഒരു 20 ഡേയ്സ് കഴിയുമ്പോൾ റിസൾട്ട് വരുമായിരുന്നു. ഒരു 20 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരുമായിരുന്നു. മാക്സിമം അത്രയൊക്കെ എടുക്കാറുള്ളൂ. ഇൻ കേസ് എന്തിനുണ്ടെങ്കിൽ ഒരു 25 ഡേയ്സ് ആകും. പക്ഷെ ഇത് ഞാൻ പറയുന്നത് മിനിമം 1 മന്ത് കഴിയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്.
1 month മിനിമം കഴിയാൻ ചാൻസ് ഉണ്ട്. ഈ 1 monthന്റെ റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇത് കമ്പയർ ചെയ്യാറുള്ളത് UPSC പോലുള്ള ഒരു എക്സാമിനേഷനെ വെച്ചിട്ടാണ്. കാരണം ഞങ്ങളൊക്കെ UPSC അത്യാവശ്യം ഒരു 4-5 വർഷം അതിന്റെ പിന്നാലെ നടന്നിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും എക്സാംസ് അറ്റൻഡ് ചെയ്യുകയും OMR എക്സാംസ് വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിരുന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മൾ ഓരോ UPSCയുടെ പ്രിലിംസ് വരുന്നതിന് മുമ്പും ഒരു 10-30 എക്സാംസ് എങ്കിലും ഫുൾ OMR ഷീറ്റ് എടുത്ത് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ OMRന് സ്പെഷ്യൽ മെന്റർഷിപ്പ് സെഷൻ വെക്കുന്നത്. അപ്പോൾ UPSC പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും അത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ 1ാമത്തെ റൗണ്ട് കഴിഞ്ഞാൽ 2ാമത്തെ റൗണ്ട് ആകാൻ 2.5 മാസമേ ഉള്ളൂ. 2.5 മാസം നിങ്ങൾ ആലോചിക്കണം. UPSCയുടെ പ്രിലിംസ് കഴിഞ്ഞിട്ട് 2.5 മാസം കഴിയുമ്പോൾ സെക്കൻഡ് റൗണ്ട് വരാം. പക്ഷെ UPSCയുടെ പ്രിലിംസ് കഴിഞ്ഞ് ഏകദേശം 1 മാസം ആകും റിസൾട്ട് വരാൻ. പിന്നെ ഇവർക്ക് 1.5 മാസമേ കാണത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം UPSC പോലെയുള്ള അത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിക്ക് ഉണ്ട്. അതേ സമയത്ത് അപ്പോൾ NTA പോലുള്ള ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം NTA മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ UPSC ഓൾ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഫീൽഡിൽ. അവർക്ക് തന്നെ ഇത്രയും ഒരു ഡിലേ ഉണ്ട്. അപ്പോൾ NTA പോലുള്ള ആൾക്കാർ റിസൾട്ട് ഡിലേ ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, നിങ്ങൾ ജൂൺ 18 എക്സാം എഴുതി എന്ന് വിചാരിക്കുക, നിങ്ങളുടെ റിസൾട്ട് വരാൻ എന്തായാലും ജൂലൈ 10 ആവും, ഏറ്റവും ചുരുങ്ങിയതാ പറയണേ. അല്ലെങ്കിൽ നിങ്ങൾ ജൂലൈ 20ന്റെ സമയത്ത് എക്സ്പെക്ട് ചെയ്താൽ മതി. ഇത് ഏകദേശം ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. എക്സാം നീട്ടി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അങ്ങനെയും നടക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, നിങ്ങൾ പറയും ജൂലൈത്തെ റിസൾട്ട് അങ്ങോട്ട് വരട്ടെ എന്നിട്ട് മതി ഡിസംബറിലോട്ട് പഠിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ. ഇങ്ങനത്തെ ഒരു അബദ്ധം നല്ലൊരു ശതമാനം മടിയുള്ള കുട്ടികളും ചെയ്യും. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, നല്ലൊരു ശതമാനം മടിയുള്ള കുട്ടികളും. മടിയില്ലാത്ത കുട്ടികൾ എന്താ ചെയ്യുക അറിയോ? ഇപ്രാവശ്യം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, പക്ഷെ എനിക്ക് എന്റെ സബ്ജക്റ്റില് എത്രമാത്രം നോളജ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങളുടെ സീനിയേഴ്സ് നെറ്റ് കിട്ടിയിട്ടുള്ള JRF കിട്ടിയിട്ടുള്ള ആൾക്കാരോട് ഒന്ന് ചോദിച്ചു നോക്കുക. അവര് ഡിഗ്രിക്കോ PGക്കോ പഠിച്ചപ്പോഴായിരിക്കില്ല ആ സബ്ജക്ട് വളരെ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവുക, നെറ്റ് എക്സാമിനേഷന് പഠിച്ച സമയത്തായിരിക്കും. എന്നതുപോലെ തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു കരിയർ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത നിങ്ങൾ കോച്ചിങ്ങിന് ഒരു ജോയിൻ ചെയ്യാൻ, ഡിസംബർ സൈക്കിളോട്ട് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ല സെൽഫ് സ്റ്റഡി ആണ് ഉദ്ദേശിക്കുന്നതിന് അങ്ങനെ, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ജൂൺ 18 എക്സാം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ജൂൺ 25 ആകുമ്പോഴേക്കും നിങ്ങൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കണം. അത് അങ്ങനെ തന്നെ പറയാൻ കാരണം, നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത് എന്നുള്ള കാരണം, റിസൾട്ട് വരാൻ ഡിലേ ആകും ബിക്കോസ് ഓഫ് ദിസ് OMR എക്സാമിനേഷൻ. ഇതാണ് മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ളത്. പിന്നെ അൺപ്രസിഡന്റഡ് ഇഷ്യൂസ് എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ പ്രാവശ്യം ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ എക്സാമിനേഷൻ തന്നെ ഇവര് ഏകദേശം എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് നടത്തി. പക്ഷെ അന്ന് ആന്ധ്രയുടെ ഭാഗത്ത് പെട്ടെന്ന് ഒരു ഫ്ലഡും കാര്യങ്ങളും വന്നുകൊണ്ട് അവരുടെ എക്സാമിനേഷൻ മാറ്റി വെക്കേണ്ടി വന്നു. തിങ്ക് അബൌട്ട്. പിന്നെ OMR സിറ്റുവേഷൻ ആയിട്ടുള്ള കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, എസ്പെഷ്യലി ജൂൺ മാസം എന്ന് പറയുന്നത് മന്ത് ഓഫ് റെയിൻ ആണ് ഇൻ ദ വെസ്റ്റേൺ ഗഡ്സ് റീജിയൻ. വെസ്റ്റേൺ ഗഡ്സ് റീജിയനും ഒഡീഷ അതുപോലെ ബംഗാൾ റീജിയനിലും മഴ പെയ്യുന്നതാണ്. ദാറ്റ് ഈസ് കോൾഡ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ മഴ എങ്ങാനും സ്ട്രോങ് ആയി വന്നു കഴിഞ്ഞാൽ, മഴയുടെ സിറ്റുവേഷനിൽ ചില സ്ഥാപനങ്ങൾ കേരളത്തിൽ അടച്ചിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എക്സാം നടക്കുവോ? ഇല്ല. അങ്ങനത്തെ ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് അൺപ്രസിഡന്റഡ് ഇഷ്യൂസ് ഉള്ളത്. അത് ഓൺലൈൻ ആണെങ്കിലും അങ്ങനെയാണ്, പക്ഷെ ഓഫ്ലൈൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. സാധാരണ എല്ലാവരും ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലോട്ട് പോകുമ്പോൾ, ഓൺലൈനിലോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും NTA ഓഫ്ലൈനിലോട്ട് മാറുക എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷെ ഒരു ട്രയൽ മെത്തേഡ് ആയിരിക്കാം കേട്ടോ. ഒരു പക്ഷെ പിന്നീട് അവരത് മാറ്റിയേക്കാം. വീണ്ടും തിരിച്ച് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ സംതിങ് ടൈം കൺസ്യൂമിങ് ആണ്, എക്സ്പെൻഡിച്ചർ കൂടുതലാണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഡിസംബർ സൈക്കിൾ വീണ്ടും ചിലപ്പോൾ ഓൺലൈൻ ആകാനും ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ഫുള്ളി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ട. അത് അവർക്ക് തോന്നുമ്പോൾ മാറ്റും. കാരണം അവിടെ പ്രത്യേകിച്ച് ഒരു റെഗുലേഷനോ കണ്ടീഷനോ പറഞ്ഞിട്ടില്ല. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ഈ OMR എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ. കാരണം നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ സിംപ്ലി പോയിട്ട് സാറ് OMR ഷീറ്റ് കാണിക്കേ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. വി ഷുഡ് നോ സംതിങ് വാട്ട് വി ആർ പ്രിപ്പയറിംഗ് ഫോർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എക്സാമിനേഷന്റെ മുമ്പ് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ സെറ്റ് ആണോ, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എക്സാം ആള് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. നിങ്ങൾക്ക് വൃത്തിക്ക് റിസൾട്ട് ആത്മവിശ്വാസത്തോടു കൂടെ എക്സാം ചെയ്തിട്ട് പുറത്തു വരാൻ പറ്റും. ഇല്ലേ നിങ്ങൾ ചുമ്മാ എല്ലാവരെയും പോലെ ഇപ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട് സാർ, എഴുതി നോക്കട്ടെ സാർ, കിട്ടിയില്ല സാർ, ഇത് തന്നെ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം നിങ്ങൾ എക്സാം പാറ്റേണിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ എക്സാം പാറ്റേൺ സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വി ഹാവ് പേപ്പർ 1, വി ഹാവ് പേപ്പർ 2. ഇവിടെ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇവിടെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടലി ദർ വിൽ ബി 150 ക്വസ്റ്റ്യൻസ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് 150
ബബ്ലിംഗ് ഓപ്ഷൻസ് ഉള്ള OMR ആയിരിക്കും ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിൽ തന്നെ നമുക്കറിയാം പണ്ട് ഉണ്ടായിരുന്നത് ആദ്യത്തെ 1 hour പേപ്പർ 1, ബാക്കി 2 hours ഫോർ ദിസ് പേപ്പർ 2 എന്നാ പറഞ്ഞിട്ടുണ്ടായത്. പിന്നീട് അത് മാറ്റിയിട്ട് 3 hour നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു എന്ന് പറഞ്ഞു. അത് തന്നെ ആയിരിക്കണം ഇപ്രാവശ്യം വരാനും സാധ്യത കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ ആയിരിക്കും വരാൻ ചാൻസ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമിനേഷന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ചും അപ്രോച്ചിനെ കുറിച്ചും എക്സാമിന് പഠിക്കേണ്ട കോണ്ടന്റും സിലബസ് ഒക്കെ മനസ്സിലാക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് നിങ്ങൾ OMR ഷീറ്റുമായിട്ടുള്ള പ്രാക്ടീസ് ആരംഭിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മുമ്പിൽ ഏകദേശം ഒരു മാസം സമയമുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഏറ്റവും ചുരുങ്ങി പറയുന്നു, നിങ്ങൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ഒരു 5 ടെസ്റ്റ് എങ്കിലും നിങ്ങൾ OMRൽ ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങള്, ഒന്ന് നിങ്ങൾ അക്യുറസി ഉണ്ടാവില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ OMR ഷീറ്റ് എത്തുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ OMR ഷീറ്റുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കീ കോൺസെപ്റ്റുകൾ, പഠിച്ച കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇത് നമ്മൾ ഇന്നത്തെ മോട്ടിവേറ്റിന്റെ 3ാമത്തെ സെഷൻ ആയിട്ടുള്ള ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, പേപ്പർ 1ലെ 2-3 ടോപ്പിക് ഒന്ന് പരിചയപ്പെടുത്തി തരും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കീ കോൺസെപ്റ്റുകൾക്ക് അടുത്തൊരു 10 ദിവസം റെലവൻസ് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. അപ്പൊ അത് വഴിയെ പറഞ്ഞുതരാം. അപ്പൊ എക്സാമിനേഷന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ OMR ഷീറ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് ബാക്കി OMR ഷീറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം പറയാം. ഓക്കെ, അപ്പൊ ഞാൻ OMR ഷീറ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ക്രിസ്റ്റൽ ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്റ്റലിന്റെ OMR ഷീറ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഫീഷ്യലി ആരും ഇറക്കിയിട്ടില്ല, നമ്മളുടെ NTA ഇറക്കിയിട്ടില്ല. ഞാൻ ആദ്യം തന്നെ ആ ഒരു ഡിസ്ക്ലൈമർ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജസ്റ്റ് ലിസൺ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിസിബിൾ ആണോ? ഒന്ന് ചാറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. ഇസ് ദാറ്റ് വിസിബിൾ OMR? ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പോ ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞില്ലേ, ഇത് ക്രിസ്റ്റൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു OMR ആണ്. 150ൽ എങ്ങനെയാണ് നമുക്ക് മോഡൽ വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത്. ഏകദേശം ഇതേ മോഡലൊക്കെ തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, മാറാനും ചാൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതാണ് ബേസിക് പോയിന്റ്. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ സംതിങ് വെരി ഇമ്പോർട്ടൻ്റ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കട്ടോ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് കണ്ടോ, ഒന്ന് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ നെയിം ഫില്ലപ്പ് ചെയ്യാണ്ടാവും. കാരണം നമ്മൾ തിരിച്ചറിയണം. അതിന് കറസ്പോണ്ടിങ് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ നമുക്ക് റോൾ നമ്പർ ഉണ്ടാവും. പിന്നെ എക്സാമിനേഷന് ഡേറ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് കൊടുക്കാം, ചിലപ്പോൾ കൊടുക്കാനുള്ള അവസരം ഉണ്ടാവില്ല. എക്സാമിന്റെ പേര് ചിലപ്പോൾ എഴുതാം, ചിലപ്പോൾ എഴുതേണ്ട അവസരം ഉണ്ടാവില്ല. ഈ 2 കോളം ചിലപ്പോൾ ഉണ്ടായേക്കാം, ഇല്ലാതിരുന്നേക്കാം. പക്ഷെ ഇത് രണ്ടും എന്തായാലും ഉണ്ടാവും. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് ആസ് വെൽ ആസ് റോൾ നമ്പർ, ഇത് രണ്ടും എന്തായാലും ഉണ്ടാവും എന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതേ സമയത്ത് ഓരോ OMRനും ഓരോ രീതിയിലാണ് അവരുടെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് വെക്കുന്നത്. ഇതിൽ ചിലത് നമുക്ക് കീറി മുറിച്ച് കൊടുക്കാനൊക്കെ ഉണ്ടാവും. ചിലതില് ഈ PSCയുടെ എക്സാംസിൽ ഇപ്പൊ അങ്ങനെയുണ്ട് അല്ലെ, ഡിഗ്രി ലെവൽ PSC ഇപ്പൊ നടക്കുന്ന LSDS ഒക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അതാണ് കീറി മുറിക്കുന്ന OMR ഷീറ്റ്. ചിലത് കീറി മുറിക്കാതെ ഫുള്ളി ഏൽപ്പിക്കുന്നതായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒന്ന് നോക്കാം. രണ്ടാമത്തത്, നിങ്ങൾ നിർബന്ധമായിട്ടും കയ്യിൽ കരുതേണ്ടത് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ബ്ലാക്ക് തന്നെ എടുത്തോ എന്നുള്ള. ബ്ലാക്ക് ഒരു പെന്ന് വാങ്ങിക്കുക. ഞങ്ങൾക്ക് UPSCയുടെ പ്രിപ്പറേഷന്റെ സമയത്ത് പ്രിലിംസിന് ഇങ്ങനത്തെ ഒരു 100 ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു പെന്ന് അതിന് റെഡിയാക്കി വെക്കും. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ഇന്ന് എക്സാം രാവിലെ തുറന്ന് പേന അങ്ങ് പൊട്ടിച്ചിട്ട് എന്റെ പുതിയ പേന എന്ന് പറഞ്ഞു. ഈ പുതിയ പേന കൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതിന്റെ ആ ഒരു നിബ് ഉണ്ടല്ലോ നമ്മൾ പറയുന്നത്, അത് സ്മൂത്തൻ ആയിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ചിലപ്പോൾ അത് ഷാർപ്പൻ ചെയ്ത് കുറച്ച് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന, ഞാൻ പറയുന്നത് 5 ടെസ്റ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പർ 1 എന്നായാലും സബ്ജക്ട് എന്നായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്, നിങ്ങൾ അതിന് വേണ്ടി ഒരു പുതിയ പെന്ന് വാങ്ങിക്കുക, എന്നിട്ട് ആ പെന്ന് വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്മൂത്ത്നെസ് കിട്ടും റൗണ്ട് അപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഒന്ന് ബ്ലൂ ഓർ ബ്ലാക്ക് പെന്ന് ഉപയോഗിക്കുക. അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ആണ്. കാരണം ചിലപ്പോൾ എക്സാമിൽ സ്ട്രിക്റ്റ് കണ്ടീഷൻ ഉണ്ടാവും, ബ്ലാക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ചില OMR ഉണ്ട്. ഓക്കെ, പിന്നെ പെൻസിലൊന്നും കൊണ്ടുപോകാൻ നിൽക്കണ്ട, ആവശ്യമില്ല. ഈ പെന്ന് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഉണ്ടാവില്ല, ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ ബാക്കിൽ റഫ് വർക്ക്, സ്പേസ് ഫോർ റഫ് വർക്ക് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. 2 ഷീറ്റ് ഏറ്റവും ചുരുങ്ങിയ ഉണ്ടാവും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാന്നുള്ള. പിന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 91ന്റെ ഉത്തരം A ആണെങ്കിൽ അത് വൃത്തിക്ക് മാർക്ക് ചെയ്യുക. പക്ഷെ കണ്ടോ, ഇത് ഞാൻ പുറത്തേക്ക് പോയി, അപ്പുറത്തോട്ട് എത്തി. അപ്പൊ ഇത് ചിലപ്പോൾ അവർ കൂട്ടില്ല, അപ്പൊ ഇത് നെഗേറ്റ് ചെയ്യും. 121 ഉണ്ടോ, ഞാൻ ഇത്ര ചെയ്തിട്ടുള്ളൂ, ഇതും തള്ളിക്കളയും. അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെറുതെ എനിക്കിഷ്ടം എന്നാ C കൊടുക്കാം,
അപ്പൊ ഡബിൾ മാർക്കിംഗ് ആയില്ലേ? ഡബിൾ മാർക്കിങ്ങും പരിഗണിക്കില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒരു റൗണ്ട് ഒക്കെ വരച്ചിട്ട് ആ റൗണ്ടിന്റെ അകത്ത് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റണം. അങ്ങനെ പറ്റി കഴിഞ്ഞാലേ, അതായത് പരിപൂർണമായിട്ട് അതൊരു ഇതൊക്കെ പിന്നെയും പരിഗണിക്കും. ഞാൻ എന്റെ UPC എക്സ്പീരിയൻസ് വെച്ചിട്ടാ പറയുന്നത് കേട്ടോ, സിവിൽ സർവീസിന്റെ. ഇവിടെ കണ്ടോ, ഇത് പരിഗണിക്കും. ഈ 61ാമത്തത് 91 പരിഗണിക്കില്ല. അത് പുറത്ത് ചാടി വലുതായിട്ട് അപ്പുറത്തോട്ട് ടച്ച് ചെയ്തുകൊണ്ടാ. 121 പരിഗണിക്കാതെ ഇത് ഫുള്ളി പൂർത്തീകരിച്ചിട്ടില്ല. അതേസമയത്ത് ഇവിടെ ഡബിൾ വന്നു. അതായത് നിങ്ങൾ ഒന്നിന് 2 ഓപ്ഷൻ മാർക്ക് ചെയ്തു, പരിഗണിക്കില്ല. നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തരത്തിൽ നിൽക്കരുത്. ഞാനിത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇപ്പോ നിങ്ങളുടെ നെറ്റ് എക്സാമിനേഷന് നെഗറ്റീവ്സ് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഈ ഒരു മൊമെന്റ് വരെ നെഗറ്റീവ്സ് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ കുത്തുന്ന 150 കുത്തിയാലും അതിലൊരു 80 ശരിയായ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന മാർക്ക് എത്രയാ? നിങ്ങൾക്ക് 160 മാർക്ക് കിട്ടി എന്നുള്ളതാണ്. ചിലപ്പോൾ നെറ്റ് ക്ലിയർ ചെയ്യും. ഡിപ്പെൻസ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ സീസൺസ് കട്ട് ഓഫ് ആൻഡ് കാര്യങ്ങൾ വെച്ചിട്ട്. നിങ്ങൾ അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു 100 ശരിയായി, 100 ശരിയായി, അപ്പൊ 200 മാർക്കായി. നിങ്ങൾക്ക് എന്തായാലും നെറ്റ് കിട്ടും, ചിലപ്പോൾ JRF കിട്ടും. ദർ ഇസ് ഹൈ പോസിബിലിറ്റി. അപ്പൊ ഇത് 100 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്ട് മാത്രമല്ല, പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂട്ടിയിട്ടാ. അത് കിട്ടാവുന്നേ ഉള്ളൂ, നിങ്ങളൊന്ന് മനസ്സിരുത്തിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവ്സ് പറയാത്തത് കൊണ്ട് നിങ്ങൾ 150 കുത്തുക. 150 കുത്തുമ്പോൾ എന്താ ചെയ്യുക? അത് മര്യാദക്ക് കുത്തുക, കറക്റ്റ് കുത്തുക. ഇനി കുട്ടികൾ ചെയ്യുന്ന മറ്റൊരു അബദ്ധം പറഞ്ഞുതരാം. അവര് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വായിക്കുവേ. ഞാൻ കുറെ കുട്ടികൾ പറയുന്ന തെറ്റുകളായി ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്. ഇത് ഒരു പക്ഷെ പരീക്ഷ ഉണ്ട്, നിങ്ങൾ പറയും ആ സാർ അന്ന് പറഞ്ഞത് അതേപോലെ പഠിച്ചു, സാറിന്റെ കരിനാക്ക് എന്നാലും നിങ്ങൾക്ക് പറഞ്ഞു പോകും. എന്ത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, ദർ ഇസ് ഹൈ ടെൻഡൻസി ഉണ്ട് കുട്ടികൾക്കിടയിൽ. നിങ്ങൾ വായിക്കും 31ാമത്തെ ക്വസ്റ്റ്യൻ. 31ാമത്തിന്റെ ക്വസ്റ്റ്യൻ എത്ര? ബി. 31B. അടുത്ത നോക്കാം. 32 കിട്ടുന്നില്ല. 30, 35, 46, 46A. എന്താ ഇവിടെ സംഭവിച്ചേ? എന്താ സംഭവിച്ചേ? എനി ഐഡിയ? ഞാൻ 31ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ ഉത്തരം എന്ത് കുത്തി? 32ന് പോയി കുത്തി. ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കും സാറേ ഇതൊന്നും എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല. വിചാരിക്കേണ്ട കുറെ കുട്ടികൾക്ക് തെറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു 5 എണ്ണം എങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രീ വർക്ക്ഷോപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രീ എക്സാമിനേഷൻ എന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് സംഭവിക്കും. ഇത് സംഭവിക്കണില്ല എങ്കിൽ നിങ്ങളുടെ ഫോക്കസ് അത്രയും സ്ട്രോങ് ആയിരിക്കണം. എല്ലാവർക്കും സംഭവിക്കുന്നു ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ലൊരു ശതമാനം കുട്ടികൾ പറയുന്ന കേസുകൾ: 1, വൃത്തിക്ക് ബബിൾ ചെയ്യാതിരിക്കുക; 2, നമ്പർ മാറിപ്പോയി; 3, ടെൻഷൻ അടിച്ചിട്ട് ചിലതൊന്നും ഫില്ലപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു OMR ഷീറ്റ്. ഇവിടെ നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഒരു സിഗ്നേച്ചർ ചെയ്യാനുണ്ടാവും. ഇവിടെ ഇൻവിജിലേറ്ററുടെ ഒരു സൈൻ ചെയ്യാനുള്ള സ്കോപ്പ് ചിലപ്പോൾ ഉണ്ടാവും. ഇൻവിജിലേറ്ററുടെ എന്തായാലും ഉണ്ടാവും, സ്റ്റുഡൻസിന്റെ സംടൈംസ് വിൽ ബി ദർ. ഡിപ്പെൻസ് ഓൺ ദ OMR ഷീറ്റ്. ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ 150 വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മോഡൽ നിൽക്കുക. 150 ABCD വെച്ചിട്ടുള്ള ഒരു മോഡലാണ് തന്നിരിക്കുന്നത്. ചില സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഇവിടെ ABCDL എന്നിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. 5 സ്റ്റേറ്റ്മെന്റും ചിലപ്പം തരും. പറയാൻ പറ്റില്ല, അത് NTA ഒരു ഡിക്ലറേഷനിലൊന്നും ഇല്ല. അപ്പൊ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഒരു ഫ്രഷ് കോപ്പി നിങ്ങളുടെ ഗ്രൂപ്പുകളിലോട്ട് അയച്ചു തരാൻ വേണ്ടി പറയാം. നിങ്ങൾ ഇത് പ്രിന്റ് എടുക്കുക. എന്നിട്ട് ക്രിസ്റ്റലിന്റെ അപ്കമിംഗ് ആയിട്ടുള്ള ചില എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ചിലത് ഫ്രീ ആയിരിക്കും. ആ ഫ്രീ എക്സാംസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ പ്രിന്റ് എടുത്തിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുപോയോ. ഒരു 3 മണിക്കൂർ എക്സാമിന്റെ മുമ്പ് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തായാലും ഇരിക്കാനും പറ്റണം. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ മാക്സിമം ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതാണ് ഞാൻ പറയുന്ന OMR ഷീറ്റിന്റെ പരിചയം. ഇനി ഇതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടെ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. റൗണ്ട് വേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടില്ല. റൗണ്ട് വേസിന്റെ കോൺസെപ്റ്റ് ആണ് ടൈം മാനേജ്മെന്റിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏകദേശം ഒരു OMR ഷീറ്റ് പരിചയപ്പെട്ടിട്ട് ഒരു ഐഡിയ കിട്ടില്ലോ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറയുന്നത്, കുറെ കുട്ടികൾ ആദ്യമായിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ടാവും, അവർ ഉദ്ദേശിച്ചിട്ടാണ്. ഒരുപാട് തവണ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് പേഷ്യന്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ. എക്സാമിനേഷന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. നമുക്ക് ഉള്ളത് ഞാൻ പറഞ്ഞു, എത്രയാ? വി ഹാവ് 3 hours. 3 hourൽ ദർ ഇസ് നോ പക്ക പാർട്ടീഷൻ ഇല്ല. ലാസ്റ്റ് എക്സാമിനേഷൻ വരെ ഇല്ല. 3 മണിക്കൂറിൽ നിങ്ങൾക്ക് പേപ്പർ 1 പേപ്പർ 2 നിങ്ങളുടെ സൗകര്യാർത്ഥത്തിൽ എഴുതാമായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ ടൈം മാനേജ്മെന്റ് അപ്ലൈ ചെയ്യേണ്ടി പറ്റും? അതിന് ഒന്നേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എക്സാമിനേഷൻ തുടങ്ങുന്നത് 9 മണിയാണെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 മണിക്കെങ്കിലും നിങ്ങൾ എക്സാം സെന്ററിൽ എത്തണം. ചിലപ്പോൾ 8:15 ഗേറ്റ് ക്ലോസിംഗ്. 8 മണിക്കെങ്കിലും നിങ്ങൾ സമാധാനത്തിൽ എത്തുക. ഓക്കെ,
എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, സ്വസ്ഥമായിട്ട് ഇരിക്കുക. കുറച്ച് വെരിഫിക്കേഷൻ പ്രോസസ്സ് ഇപ്രാവശ്യം കുറച്ചുകൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് OMR ഷീറ്റ് ഒക്കെ കയ്യിൽ തന്ന് ഫില്ലപ്പ് ചെയ്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരണമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ എത്തുമ്പോൾ നമ്മൾ കൂളായിരിക്കും. നമ്മൾ ധൃതി പിടിച്ച് ഓടി എത്തുമ്പോൾ നമ്മൾ വിയർക്കും. ഓക്കെ, പ്രത്യേകിച്ച് മഴക്കാലം കൂടിയാണ്. അപ്പൊ അതിനനുസരിച്ച് വിയർപ്പില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടൈം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ശ്രദ്ധിക്കുക. ഓക്കെ, രണ്ടാമത്തത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ മഴക്കാലമാണ്. എക്സാം നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇടിമിന്നലൊക്കെ ഉണ്ടാവും. പേടിച്ചിട്ട് തെറ്റാൻ നിൽക്കരുത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു മൊമെന്റ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് പറ്റുന്ന സാഹചര്യങ്ങളാണ്. കുട്ടികളെ ഇങ്ങനെ ഒന്നും പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ പ്രകൃതിയോട് നമുക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളതാണ്. നമുക്ക് സമയമുണ്ട്, അത് ഞാൻ പറഞ്ഞു. നിങ്ങൾ നേരത്തെ എക്സാമിനേഷൻ എത്തുമ്പോൾ നേരത്തെ നിങ്ങൾക്ക് OMR ഷീറ്റ് കിട്ടും. എന്തായാലും ഒരു എക്സാം തുടങ്ങുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് കിട്ടും. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് ആദ്യം കൃത്യമായിട്ട് വായിക്കുക. ആൻസർ സ്ട്രാറ്റജിക്കലി, ഇതാണ് ഞാൻ പറയുന്ന റൗണ്ട് വൈസ്. ഇതിലോട്ട് ഞാൻ വരാം. റൗണ്ട് വൈസ് അപ്രോച്ച് അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മാർക്ക് ആൻസർ അക്യുറേറ്റ്ലി, കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറയില്ല. നമ്പർ തെറ്റി പോകാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. ടൈം ഇടക്കിടക്ക് നോക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അലൗഡ് ആയിട്ടുള്ള വാച്ച് ഉണ്ടാവും. ഇല്ലെങ്കിൽ എക്സാം ഹാളിൽ വാച്ച് വെക്കണം, അല്ലെങ്കിൽ ക്ലോക്ക് വെക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിലുള്ള ഒരു സ്റ്റാഫ് ഉണ്ട്, അവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട, കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇനി ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റൗണ്ട് വൈസ് അപ്രോച്ച് എന്നുള്ളത്. എന്താ റൗണ്ട് വൈസ് എന്നുള്ളത് ഞാൻ OMR ഷീറ്റ് വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അതായിരിക്കും ഒന്നുകൂടി നന്നാവുക. OMR ഷീറ്റ് വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. ഫൈൻ. അപ്പൊ ഞാൻ ഇതൊക്കെ ഫില്ലപ്പ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ജസ്റ്റ് നോക്കൂ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു നാടകം കളിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ മതി. ആൻഡ് ഇൻ മൈ ഹാൻഡ് ഐ ഹാവ് വൺ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കുകയാണ്. അതിൽ ആദ്യത്തെ ഒരു 50 ക്വസ്റ്റ്യൻസ് നിന്ന് വരുന്നത് ഒരു 50 ക്വസ്റ്റ്യൻസ് വരുന്നത് പേപ്പർ 1 ആണെന്ന് വിചാരിക്കുക. പേപ്പർ 1. സോ ഐ തോട്ട് എനിക്ക് മാത്സ് കുറച്ച് വീക്കാ ബേസിക്കലി. അപ്പൊ എനിക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒരു ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് മാത്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, വൈ ഷുഡ് വേസ്റ്റ് മൈ ക്വാളിറ്റി ഇനീഷ്യൽ ടൈം. ഐ റിപ്പീറ്റ് മൈ വേർഡ്സ്, വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ക്വാളിറ്റി ഇനീഷ്യൽ ടൈം. കാരണം നമുക്ക് 150 ക്വസ്റ്റ്യൻസ് വായിച്ചു വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ അത്രയും നമ്മൾ സാച്ചുറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുപോകും. അത്രയും ലെങ്തി ആയിട്ടുള്ള എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, അത്രയും ലെങ്തി ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. ടു ഓൾ മൈ ഡിയർ UGC നെറ്റ് സ്റ്റുഡൻസ്, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് 150 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആദ്യം തന്നെ 150 വായിച്ചിട്ടും 150 ബബിൾ ചെയ്തു പോകണം എന്നുള്ള നിർബന്ധം വേണ്ട. അത് വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്നത് എത്ര ഉണ്ടോ എന്ന് നോക്കുക. നമുക്ക് ഈ 3 മണിക്കൂറിനെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്യാണ്. 3 മണിക്കൂറിനെ നിങ്ങൾ സിംപ്ലി ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് 1.5 മണിക്കൂർ അതിന്റെ 1.5 മണിക്കൂർ എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യും. അപ്പൊ ആദ്യത്തെ 1.5 മണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് സമാധാനപരമായിട്ട് ഒന്നാമത്തെ മാത്സ് അറിയില്ല, 2 അറിയില്ല, 3 അറിയില്ല, 4 അറിയില്ല, 5 അറിയില്ല, ടെൻഷൻ അടിക്കണ്ട. 7-ാമത്തെ 8-ാമത്തെ അറിയും. അപ്പൊ 8-ാമത്തെ എനിക്കറിയാം. അപ്പൊ 8-ാമത്തെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ശതമാനം, ഒരു 90% എബോ എനിക്ക് തോന്നിയത്, ഇത് എനിക്ക് അറിയാവുന്ന ടോപ്പിക് ആണല്ലോ അല്ലെ, ഈ ഒരു കാര്യം എനിക്ക് അറിയാം. അപ്പൊ ഞാനത് ബബിൾ ചെയ്യാം. അപ്പൊ ഞാൻ ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ഞാൻ അതിന്ന് അപ്പൊ തന്നെ മാർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, അപ്പോൾ തന്നെ മാർക്ക് ചെയ്യുക. കുറെ കുട്ടികളുടെ മറ്റൊരു തെറ്റായ പ്രവണതയുണ്ട്, അതും പറഞ്ഞുതരാം. ഇതൊക്കെ ഞങ്ങൾ UPSC അപ്ലൈ ചെയ്തിട്ട് പരീക്ഷിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാട്ടോ. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ബ്യൂട്ടിഫുള്ളി അവതരിപ്പിക്കാൻ പറ്റുന്നത്. കുറെ കുട്ടികള് 9 ക്വസ്റ്റ്യൻ പേപ്പറിൽ 9 ഉത്തരം B അട്ടച്ചു, 10 C, 11 D. ഇവിടെ 9, 10, 11, 9, 10, 11. ഓക്കെ ഫൈൻ. കുറെ കുട്ടികൾ ഒന്ന് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് പീരിയോഡിക്കലായിട്ട് അവർ ബബ്ലിങ് കൊടുക്കും, അല്ലെങ്കിൽ അവര് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മാർക്ക് ചെയ്തിട്ട് അവസാനം പോയിട്ട് എവിടെ OMR ഷീറ്റ് എടുക്കുക. എന്നിട്ട് OMR ഷീറ്റ് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് OMR ഷീറ്റിന് കയറ്റി ഇരുത്തുകയും അവരിങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ബബിൾ ചെയ്യുള്ളൂ. അപ്പോഴാണ് തെറ്റാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. നമ്മൾ ടെൻഷൻ അടിക്കും, ബിക്കോസ് ടൈം ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഓൺ ടൈം. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ, ഒന്ന് നിങ്ങൾ ഒരിക്കലും നോ വാശി. വാശി പിടിക്കരുത്. ഞാൻ 1 മുതൽ ഇങ്ങനെ ഫുള്ള് വായിച്ചു വരും, എന്നിട്ട് ഒന്ന് കഴിഞ്ഞിട്ടേ 2ക്ക് ചാടുള്ളൂ എന്നുള്ള വാശി പാടില്ല. അറിയാവുന്നത് മാത്രം. അപ്പൊ രണ്ടാമത്തെ എന്താണ്, അറിയാവുന്ന കാര്യം മാത്രം. അറിയാവുന്നത് മാത്രം ഒന്നാമത്തെ റൗണ്ടിൽ. അതാണ് R1 എന്ന് വിളിക്കുന്നത്, ഫസ്റ്റ് റൗണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ അറിയാവുന്നത് മാത്രം. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്, നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ ഓൺ ദ സ്പോട്ട് ബബ്ലിങ്. നിങ്ങൾ ആ സമയത്ത് തന്നെ ബബിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് അറിയാവുന്നത്, വൈ ഷുഡ് യു ഗൈസ്
കീപ് ഇറ്റ് അവേ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നിങ്ങൾ എന്തിനും നീട്ടി വെക്കണം? നീട്ടി വെക്കണ്ട. നിങ്ങൾ അറിയാവുന്ന കാര്യം അപ്പൊ തന്നെ മാർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 9 മാർക്ക് ചെയ്തു, 11 മാർക്ക് ചെയ്തു, ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ പോയി. അപ്പൊ ഇവിടെ എത്തിയപ്പോ പിന്നെ ഗ്യാപ്പ് 20 മുതൽ 30 വരെ എനിക്ക് അറിയാത്ത കുറച്ച് ടോപ്പിക്സ് ആണെന്ന് വിചാരിക്കുക. ഞാൻ അതൊന്ന് സ്കിപ്പ് ചെയ്തു. സ്കിപ്പ് ചെയ്താൽ ഒറ്റയടിക്ക് സ്കിപ്പ് ചെയ്തല്ലോ, വായിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇതിപ്പോ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സുഖം ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ഇതൊക്കെ റൗണ്ട് 2 ഞാൻ മാറ്റി വെക്കുക, സെക്കൻഡ് റൗണ്ടിലോട്ട് മാറ്റി വെക്കുക എന്നുള്ള രൂപത്തിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് ചെയ്യുക. പിന്നെ ഇതാ 33, 34 ഇങ്ങനെ ഓരോന്ന് കിട്ടിയിട്ട് എനിക്ക് ഞാൻ വൃത്തിക്ക് ബബിൾ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് 3 മണിക്കൂർ എനിക്കോട് ബബിൾ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അങ്ങനെ നിങ്ങൾ പേപ്പർ 1 കഴിഞ്ഞു, പേപ്പർ 2 ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാനൊരു മാത്സ് പറഞ്ഞുതരാം. നിങ്ങൾ റൗണ്ട് 1 150 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ശരിയാക്കിയത് ഒരു 50 മുതൽ 60 വരെ ആയിരിക്കും. അയ്യോ, 50 മുതൽ 60 വരെ, ബാക്കി 100 എവിടെ എന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. അതിനാണ് റൗണ്ട് 2 ഉള്ളത്. കാരണം റൗണ്ട് 1 നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന 50 മുതൽ 60 വരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 90% നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഉറപ്പുള്ളതാണ്, നിങ്ങൾക്ക് തോന്നുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ബാക്കി റൗണ്ട് 2 വെച്ചതൊക്കെ എന്താണ്? കൂടുതൽ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഡൗട്ട് മേക്കിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. ഡൗട്ട് മേക്കിംഗ് ഓർ ടൈം കൺസ്യൂമിംഗ് ആണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അത് സെക്കൻഡ് റൗണ്ടിലോട്ട് മാറ്റി വെക്ക്, സെക്കൻഡ് റൗണ്ടിലോട്ട് മാറ്റി വെക്ക്. അപ്പൊ എന്നിട്ട് നിങ്ങൾ ഇവിടെ 50 to 60 എഴുതി. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അതിലൊന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് ശ്രമിക്കുക. കാരണം കുറെ കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സങ്കടം വന്നിട്ടുള്ള ഒരു കാര്യം, അവസരം ഉണ്ടായിട്ടും ഫുൾ എഴുതിയിട്ടില്ല എന്നുള്ള, അത് വരാൻ പാടില്ല. അപ്പൊ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഇപ്രാവശ്യം റൗണ്ട് 1 60 എഴുതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ അതിൽ 45 ശരിയായിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്കായി? 45 × 2 90 മാർക്കായി കേട്ടോ. റൗണ്ട് 1 നിങ്ങൾക്ക് 90 മാർക്കായി. ഇത്രയാണ് നിങ്ങൾക്ക് ആയിട്ടുള്ളത്. 1.5 മണിക്കൂർ നിങ്ങൾക്ക് 90 മാർക്ക് കിട്ടി എന്ന് കരുതിയിട്ട് ബാക്കി 15 ക്വസ്റ്റ്യൻസ് ഇവിടെ തെറ്റിയില്ലേ? 15ന് നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടോ? ഇല്ല മക്കളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ടെൻഷൻ അടിച്ച് എഴുതേണ്ട എക്സാം അല്ല ഇത്. UPSC അറിയാൻ അഡപ്പടലം മൂഞ്ചിപ്പിക്കും നമ്മളെ. ഓക്കെ, അതാണ്, അത് വേറെ ലൈഫാണ് ആക്ച്വലി. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഭാഗ്യവാന്മാരാണ്. ഭാഗ്യത്തെ നഷ്ടപ്പെടുത്താതിരിക്കുന്ന അവസരം കൂടിയാണ് ഇത്. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ നെഗറ്റീവും കയറി വന്നേക്കാം. അപ്പൊ ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾ 60 എഴുതി, 45 ശരി. രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്തി? നിങ്ങൾക്ക് 1.5 മണിക്കൂർ സമയമുള്ളൂ. നിങ്ങൾ എഴുതി 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 ഏകദേശം 1 മണിക്കൂറും 20 മിനിറ്റും ആയി. ഇനി 10 മിനിറ്റേ ബാക്കിയുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത്, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും എത്ര എഴുതി? നിങ്ങൾ വീണ്ടും എഴുതി ഒരു 70 എണ്ണാണെന്ന് വിചാരിക്കുക. ഒരു 70 to ഞാൻ 90 എഴുതി എന്ന് വിചാരിക്കുക. 90 150 ആയല്ലോ, അത്ര വേണ്ട. ഒരു 70 നിങ്ങൾ എഴുതി എന്ന് വിചാരിക്കുക, ഒരു 70. പക്ഷെ നിങ്ങളുടെ അതിൽ ശരിയായത് ഒരു 30. അപ്പൊ എത്രയായി? നിങ്ങൾക്ക് 60. അപ്പൊ 90 60 150 മാർക്കായി. നിങ്ങൾ ഓൺ ദ ബോർഡർ ഓഫ് റിസൾട്ട് എത്തിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് എഴുതാൻ എത്ര ഉണ്ട്? 60 70 130. ബാക്കി നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 20 ക്വസ്റ്റ്യൻസ് 10 മിനിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ വായിക്കുക, ഇല്ലെങ്കിൽ ബബിൾ ചെയ്ത് വിട്ടോ. ഇതിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഒരു 5 to 8 ക്വസ്റ്റ്യൻസ് ശരിയായുള്ള മെച്ചം എത്രയാ? 5 ശരിയായ 10, 8 ശരിയായ 16. അതായത് 166 മാർക്കോളം നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള. പക്ഷെ നിങ്ങൾ ആ 20 നിങ്ങൾ എഴുതാതെ സർ അവസാനമായപ്പോൾ സമയം കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുമായിട്ട് ദയവ് ചെയ്ത് എക്സാം കഴിഞ്ഞിട്ട് ഒരൊറ്റ കുട്ടി എൻ്റെ അടുത്തോട്ട് വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഏറ്റവും ഉടായ്പ വഴിയായിട്ടുള്ള അവസാനം നിങ്ങൾ വായിച്ചാലും ഇല്ലെങ്കിലും അവസാനത്തെ 10 മിനിറ്റിൽ ബാക്കി ബബിൾ ചെയ്യാനുള്ളതെങ്കിലും ബബിൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ കഥ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ റൗണ്ട് 1 നിങ്ങൾക്ക് അറിയാവുന്നത്, റൗണ്ട് 2 നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതും അല്ലെങ്കിൽ ടൈം എടുത്ത് ചെയ്യേണ്ടതും തോന്നുന്ന കാര്യങ്ങൾ റൗണ്ട് 3 ലാസ്റ്റ് 10 മിനിറ്റ്സ് ആണ്. അതിൽ നിങ്ങൾ ബാക്കി എന്തൊക്കെ ബബിൾ ചെയ്യാത്തുണ്ടോ ബബിൾ ഒന്ന് വായിച്ചിട്ടെങ്കിലും അല്ലെങ്കിൽ വായിക്കാതെങ്കിലും ബബിൾ ചെയ്തിട്ട് വരിക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 5 to 8 ക്വസ്റ്റ്യൻസ് കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്കും നിങ്ങളുടെ റിസൾട്ടും ചെറുതാവില്ല ഒരിക്കലും. കാരണം നെഗറ്റീവ്സ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ ഇതല്ല സ്ട്രാറ്റജി. UPSCയുടെ സ്ട്രാറ്റജി ഇതല്ല, കാരണം അവിടെ നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? 10-50 പിള്ളേർ ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താ ഇതിന്റെ റെലവൻസ് എന്നുള്ളത്? ഓക്കെ, അപ്പൊ ഇന്നത്തെ ടിപ്പ് കഴിയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇന്നത്തെ സെഷനോട് എന്ത് കിട്ടി എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ്,
എക്സാമിനേഷനിൽ വാശി പിടിക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ റൗണ്ട് വൈസാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് അറിയാവുന്നത് നമ്മൾ R1 അതായത് 90% നമുക്ക് ഏകദേശം ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പൊ തന്നെ പോയി കുത്തുക, ഓൺ ദ സ്പോട്ട് ബബിൾ ചെയ്യുക. അറിയാത്തത് റൗണ്ട് 2 കൊടുക്കുക. ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഇൻവിജിലേറ്റർ പറയും, അല്ലെങ്കിൽ ആ പറയാൻ വേണ്ടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവസാനം ബബിൾ ചെയ്യാത്ത ഏതെങ്കിലും ഉണ്ടോ, വായിക്കാൻ സമയമുള്ളതാണെങ്കിൽ സമയം വെച്ചിട്ട് എന്ത് ചെയ്യുക, വായിക്കുക. കാരണം ചില ഓപ്ഷൻസ് നമുക്ക് 50-50 ചാൻസ് ഉണ്ടാവും, ചിലത് 70-30% ഒക്കെ കാണത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്താണോ അത് ഓരോരുത്തരുടെ ലേണിംഗ് പ്രോസസ് അനുസരിച്ചിട്ട് അത് കൂടുതൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട്, അതായത് എനിക്ക് ഇത്രയേ ഉള്ളൂ, ഇന്ന് നിങ്ങൾ സെഷനിൽ പങ്കെടുത്ത ഈച്ച് ആൻഡ് എവ്രി വൺ 3 hour എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ സർ 150 കുത്തിയിട്ടുണ്ട് എന്നുള്ള കേൾക്കാനേ എനിക്ക് പാടുള്ളൂ. അതാണ് എനിക്ക് കിട്ടേണ്ടത്. കാരണം ഇവിടെ നെഗറ്റീവ്സ് ഇല്ല എന്നുള്ളത് കൊണ്ട് അഡ്വാൻറ്റേജ് ആണ്. ഡോണ്ട് മിസ് ഔട്ട്, ഡോണ്ട് മിസ് ഔട്ട്, ഡോണ്ട് മിസ് ഔട്ട്. ഇനി എന്നെ കൊണ്ട് ഇതിനെ കുറിച്ച് കൂടുതൽ പറയിപ്പിക്കാതെ, ഇതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഷന്റെ ബാക്കി കുറച്ച് ഡിസ്കഷൻസിലോട്ട് പോകാം. അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ലിസൺ കെയർഫുള്ളി. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നിട്ട് നിങ്ങൾ എക്സാം കഴിഞ്ഞ ശേഷം നിങ്ങൾ ആൻസർ വേണമെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം. കാരണം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ആസ് സച്ച് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. അപ്പൊ റിവ്യൂ ചെയ്യാം. ദയവ് ചെയ്ത് ഓൺ ദ സ്പോട്ട് റിവ്യൂ ചെയ്യരുത്. എക്സാം കഴിഞ്ഞോ 3 മണിക്കൂർ നിങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വരിക, യുദ്ധം കഴിഞ്ഞ് വന്ന ആള് എവിടെയൊക്കെ വെട്ടേറ്റു എന്ന് ചോദിക്കണതല്ലല്ലോ രസം, അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഒന്നും അല്ല ചോദിക്കാൻ രസം. അവരൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുക, മഴക്കാലമായതുകൊണ്ട് നല്ലൊരു ചായ എന്തെങ്കിലും പോയി കുടിക്കുക. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാദറും പാരന്റ്സും ആയിട്ടുള്ള ആൾക്കാരും കൂടി അവരോട് ജസ്റ്റ് ഒന്ന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള നിങ്ങളുടെ ഹോണസ്റ്റ് റിവ്യൂ കാര്യങ്ങൾ പറയാ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചു നേരം വീട്ടിൽ പോവുക. വീട്ടിൽ പോയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും, ക്രിസ്റ്റൽ അടക്കമുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഇപ്രാവശ്യം ഇങ്ങനത്തെ ഒരു OMR ഓഫ്ലൈൻ എക്സാമിനേഷൻ ആയതുകൊണ്ട് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഒക്കെ അവരുടെ യൂട്യൂബ് ചാനലിൽ മറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ PDF ഫയലുകൾ ഗ്രൂപ്പിൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, കുറച്ച് ടൈം കൊടുത്തോ. കാരണം ഞാൻ പറഞ്ഞ 1 മാസം എടുക്കും റിസൾട്ട് വരാൻ. നിങ്ങളായിട്ട് എഫേർട്ട് എടുത്തിട്ട് പിന്നീട് ചെയ്യേണ്ട, കുറച്ച് റിലാക്സ് ചെയ്യുക സമയത്ത്. എന്നിട്ട് നിങ്ങൾ കാമായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുക. നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാതെയാണ് എക്സാമിനേഷന് പോയത്, മേക്ക് ഷുവർ ദാറ്റ് അടുത്ത പ്രാവശ്യം പ്രിപ്പറേഷൻ ആരംഭിക്കും നല്ല രീതിയിൽ എന്ന് വിചാരിച്ചിട്ട് അന്ന് തന്നെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു ടൈം ടേബിളോ അല്ലെങ്കിൽ റൂം വൃത്തിയാക്കുകയോ ടേബിൾ വൃത്തിയാക്കുകയോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് മനസ്സിനൊന്ന് സമാധാനിപ്പിച്ചിരിക്കുക. ഇങ്ങനെ ചെയ്യുക, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ചെയ്യാൻ. സോ ഇതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച ഫസ്റ്റ് സെഷന്റെ പ്രധാനപ്പെട്ട കാര്യം. OMR എക്സാമിനേഷനെ ഒന്ന് പരിചയപ്പെടുക. എന്താണ് OMR എക്സാമിനേഷൻ, അതിന്റെ പോസിബിൾ പോസിറ്റീവ്സ് ആൻഡ് ചലഞ്ചസ്, എക്സാമിനേഷന്റെ മുന്നേ, എക്സാമിനേഷന്റെ സമയത്ത്, ഡ്യൂറിംഗ് ദ എക്സാമിനേഷൻ ആൻഡ് ആഫ്റ്റർ ദ എക്സാമിനേഷൻ വിത്ത് OMR ഷീറ്റ് പ്രസന്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളിപ്പോ എന്റെ കൂടെ ഏകദേശം ഒരു അരമണിക്കൂറിലേറെ വന്ന് ഇരിക്കുന്നുണ്ട്. സെഷനിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ഉപകാരം കിട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ഹോണസ്റ്റ് റിപ്ലൈ. ഫൈൻ. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ഒരു സെഷൻ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മോട്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു സെഷൻ ആണ്. ക്രിസ്റ്റലിന്റെ സെഷനിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ആണ്. മോട്ടിവേറ്റിന്റെ 3ാമത്തെ സെഷൻ ആണ്. നമ്മൾ പേപ്പർ 1ന്റെ ഒരു സബ്ജക്ട് നെറ്റ് എക്സാമിനേഷനിൽ എല്ലാവർക്കും കോമൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് പേപ്പർ 1ന്റെ ഓരോ സബ്ജക്റ്റും എങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത്, കാരണം റിവിഷൻ വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് കീ ആണ്. റിവൈസ് ചെയ്ത് എങ്ങനെ നിങ്ങൾ അതിൽ മാക്സിമം സ്ട്രോങ് നോളജിലൂടെ കോൺസെപ്റ്റ്ലി നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടിരിക്കാം എന്നുള്ളതാണ് മോട്ടിവേറ്റിന്റെ അപ്രോച്ച്. അപ്പൊ അതിന്റെ സെഷൻ 3 ആണ് ഇന്ന് നടക്കുന്നത്. ഫസ്റ്റത്തിൽ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്തു. സെക്കൻഡിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷന്റെ ഒരു ബേസിക് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോട്ടിവേറ്റ് സെഷൻ 3 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 3 യൂണിറ്റുകളെ എങ്ങനെ നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോംപ്രഹെൻഷൻ നമ്മൾ ലൈവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കോംപ്രഹെൻഷന് കുറച്ച് അപ്രോച്ചുകൾ ഉണ്ട്. കോംപ്രഹെൻഷൻ എങ്ങനെ ബ്യൂട്ടിഫുള്ളി ചെയ്യാം, അതും ഓഫ്ലൈൻ എക്സാമിനേഷൻ ആണ് സമയത്ത് കോംപ്രഹെൻഷൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നുള്ള രീതിയിൽ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോംപ്രഹെൻഷൻ എന്ത് ചെയ്യുക, ആ ഒരു അപ്രോച്ച് വെച്ചിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു കോംപ്രഹെൻഷനെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 1 in a week. ഇവിടെ ഞാൻ ഡോക്ടറും നിങ്ങൾ പേഷ്യന്റും ആണ്.
മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അസുഖം മാറത്തില്ല. കോംപ്രഹെൻഷൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതിന്റെ ഒരു PDF കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് തന്നേക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇത് കോംപ്രഹെൻഷൻ കാരണം അപ്രോച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കൂടുതൽ പഠിക്കാനില്ല, കൂടുതൽ പ്രാക്ടീസിങ്ങേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 1 in a week ചെയ്യാന്നുള്ളത്. രണ്ടാമത്തത് എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ PYQസും കോൺസെപ്റ്റ്സും ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ട്. ഒരു 3 മണിക്കൂറിന്റെ സെഷൻ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 3 ദിവസം എടുത്തിട്ട് റിവൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിലെ പിള്ളേരുടെ ശ്രദ്ധയിലോട്ട് നിങ്ങൾക്ക് നാളെയും മറ്റന്നാളൊക്കെ പേപ്പർ 1ന്റെ ക്ലാസ്സസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഇരുന്നാലും മതി. പക്ഷെ ആലോചിക്കുക, എൻവയോൺമെന്റ് ഇരിക്കുമ്പോൾ 3 ദിവസം നിങ്ങൾ ഡെഡിക്കേറ്റ് ആയിട്ട് അതിന് ഇരുന്നിട്ടേ അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാൻ പോകാൻ പാടുള്ളൂ. അപ്പൊ എൻവയോൺമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളുടെ കയ്യിലാക്കിയതുപോലെ എൻവയോൺമെന്റും കയ്യിലാക്ക്. ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ 3 ദിവസം സമയം കൊടുക്ക്. കാരണം ഇതൊക്കെ റിട്ടേൺ കിട്ടുവേ. ഇതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പേപ്പർ 1ൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് പേപ്പർ 1 ഒരു ഭാഗത്തും പേപ്പർ 2 ഉണ്ടാകുമ്പോൾ നിങ്ങൾ എല്ലാവരും 90% ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും, 10% ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു കാര്യമില്ല. നിങ്ങൾ ഈ ലാസ്റ്റ് മൊമെന്റിൽ ചെയ്യേണ്ടത് ഒരു 60% ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, 40% ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പേപ്പർ 2ൽ എങ്ങനെയായാലും നിങ്ങൾക്ക് ഓൺ ആൻ ആവറേജ് ഒരു 40 മുതൽ 60 ക്വസ്റ്റ്യൻസ് വരെ ശരിയാക്കാൻ പറ്റും. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയതാ പറയുന്നത്. 40 മുതൽ 60 ക്വസ്റ്റ്യൻസ് വരെ. 60 ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 120 ആയി, 40 പറഞ്ഞാൽ 80 ആയി. ഇവിടെ 120 മാർക്ക് ഉണ്ട്. പക്ഷെ പേപ്പർ 1ൽ നിങ്ങൾക്ക് 60 മാർക്ക് വരെ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അത് 80 മാർക്കാക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡാ. കണ്ടോ, 80 + 80 160 ആയി, 80 + 120 JRF ആയി. അങ്ങനെ റേഷ്യോ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ 60% പേപ്പർ 1നും 40% പേപ്പർ 2നും കൊടുത്താൽ മതി. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ പെട്ടെന്ന് റിട്ടേൺ കിട്ടുന്ന ടോപ്പിക്സ് ആണ് ഇത് മൂന്നും. കോംപ്രഹെൻഷൻ ഞാൻ പറഞ്ഞിട്ടുള്ള അപ്രോച്ചും സ്ട്രാറ്റജിയും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റ്ലി 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. വി ഡിസ്കസ്ഡ് ദാറ്റ് അല്ലേ. പിന്നെ എൻവയോൺമെന്റും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആ കോൺസെപ്റ്റ് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ബേസിക്കലി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ സിലബസിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതായത് സിലബസ് നിങ്ങൾക്ക് എന്തായാലും 10 യൂണിറ്റ്സ് ഉണ്ട് പേപ്പർ 1ല്. പേപ്പർ 2ലും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വരിക. അപ്പൊ സിലബസിൽ നിങ്ങൾ ആലോചിക്കുക 10 യൂണിറ്റ് ഉണ്ട്. ചിലപ്പം കോംപ്രഹെൻഷൻ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. എൻവയോൺമെന്റ് ചിലപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എണ്ണം ചിലപ്പം 4 ആയിരിക്കും. ഹയർ എഡ്യൂക്കേഷൻ ചിലപ്പോൾ 3 ആയിരിക്കും. കോംപ്രഹെൻഷൻ ചിലപ്പോൾ 5 ചോദിച്ചേക്കാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചിലപ്പം 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പൊ എന്ത് ചെയ്യും, റിസർച്ചിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ ആവും. അപ്പൊ ICT ഒരു 6 ക്വസ്റ്റ്യൻ ആവും. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസിന് എണ്ണം പ്രൊപ്പോർഷനിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ പ്രൊപ്പോർഷൻ എണ്ണം വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കരുത് കേട്ടോ. ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് സിലബസ് തന്നിട്ടുണ്ട്. സിലബസ് ഈസ് യുവർ ഗൈഡ്. അതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചിലപ്പം മുമ്പത്തെ പരീക്ഷ ചിലപ്പം ചോദിക്കാം, ചിലപ്പം ചോദിച്ചില്ല എന്ന് വന്നിരിക്കാം. ഇപ്രാവശ്യം ചിലപ്പം ഇന്ന ഏരിയയിൽ കൂടുതൽ ചോദിക്കാതിരിക്കാം. ഇങ്ങനെ പല സാധ്യതകളുണ്ട്. സാധ്യതകളേക്കാൾ അപ്പുറത്തോട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മേക്ക് ഷുവർ ദാറ്റ് യു ആർ വിത്ത് ദ സിലബസ്. നിങ്ങളുടെ ബീങ് എ സ്റ്റുഡന്റ് നിങ്ങളുടെ റോൾ അതായിരിക്കണം. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി ഈ മോട്ടിവേറ്റുമായി ബന്ധപ്പെട്ടുള്ള റിവിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. അപ്പൊ ആ സമയത്ത് അതിന് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഞാൻ